ചെറിയൊരു മീൻപിടുത്തം. ഇതിലിറങ്ങി മീൻ പിടിക്കാന്ന് കുറച്ച് ടാസ്ക്കാണ്. എല്ലാവരും കല്ലിൻ്റെ ഇടയിലേക്ക് പോയി കാണും. നെറ്റ് കൊണ്ട് കോരി പിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും സെയിം സിറ്റുവേഷൻ. ഇതിൽ അത്രയും ഫിഷ് ഉണ്ട്. പോളാർ വൈറ്റും പോളാർ ബ്ലൂവും. സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓസ്കാർ ഫിഷിനെയും കാണാം. ഫാമിൽ വാട്ടർ ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് ഫിഷും അതിൻ്റെ കൂടെ പോകും, സ്വാഭാവികം. പക്ഷെ എല്ലാവരും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഈ ഒരു ടാങ്കിലെത്തും. ചെറുപ്പത്തിലെത്തിയ ടീംസാണ്, വലുതായത് കണ്ടില്ലേ? ഇത് മതി. ഇത് വെച്ചാണ് ഇവന്മാരൊക്കെ തൂക്കാൻ പോകുന്നത്. ചെറിയൊരു ട്രാപ്പ്, ഇതിൽ അവന്മാർ വീഴും. നെറ്റിൻ്റെ ഒരു കൂട്, അതിൻ്റെ മുകളിൽ നെറ്റ്. ഇതിലൊരു സൈഡ് മാത്രമാണ് ഓപ്പൺ. പിന്നെ ഈ ഒരു ചെമ്മീൻ ഫിഷിനെ അട്രാക്ട് ചെയ്യാം. ഇത് അവന്മാരുടെ ഫേവറേറ്റ് ആണ്. സ്പ്രെഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റിൽ കെട്ടിവെക്കാം. ഇത് നമ്മുടെ നെറ്റ് ട്രാപ്പ് ഇല്ലേ, അതിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് കണ്ടില്ലേ, അവിടെയാണ് കെട്ടിവെക്കാൻ പോകുന്നത്. ഓപ്പണിങ്ങിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഫിഷൊക്കെ ഇവിടേക്ക് വരും. അവന്മാരത് കഴിക്കുകയും ചെയ്യും. കാരണം ഇത് അവന്മാരുടെ ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടെ കഴിഞ്ഞെന്ന്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ഒരു ചെമ്മീൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. ഇതെടുത്ത് നമ്മൾ ട്രാപ്പിൻ്റെ അടിയിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കും. അത് കഴിക്കാൻ വേണ്ടി അവന്മാരെന്തായാലും ഉള്ളിലേക്ക് കയറും. പ്ലാനിങ് എല്ലാം സെറ്റാണ്. ഇത് വർക്കൗട്ട് ആവുമോ? ആയില്ലെങ്കിൽ ആക്കും. വർക്കൗട്ട് ആയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ട്രാപ്പ് നൈസായിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ടൈം വെയിറ്റ് ചെയ്യണം. അവന്മാരൊക്കെ വന്നു തുടങ്ങി. സംഭവം എന്തായാലും വർക്കൗട്ടാണ്. ഇനി ഈ ഒരു ട്രാപ്പ് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഫിഷിനെ കിട്ടി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, പൊക്കാം. ഇങ്ങനെ കണ്ടിട്ട് ഫിഷ് ഉള്ളതുമാതിരി തോന്നുന്നില്ലല്ലോ, പക്ഷെ സാധനം ഉണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. എല്ലാത്തിനും ഇതിലേക്ക് ഇടുന്നുണ്ട്. പോളാർ വൈറ്റും ബ്ലൂവും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഫിഷിനെ കിട്ടിയിട്ടുണ്ട്. സംഭവം സക്സസ് ആണ്. ഇതിലിപ്പം കുറച്ചെണ്ണത്തിനെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഇപ്പോഴും അതിൽ തന്നെ ഉണ്ട്. ഓപ്പണിംഗ് ഒന്നും കൂടെ വലുതാക്കി സെയിം പ്രോസസ്സ് റിപ്പീറ്റ്. പറ്റുന്നതിൽ ഒരുവിധമൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ ടീംസാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ബ്രീഡിംഗ് പേരെ തിരിച്ചെടുക്കണം. അതിന് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത മെയിൽ ഫിഷ് ആണിത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതാണ് സെപ്പറേറ്റ് ചെയ്തെടുത്ത ഫീമെയിൽ ഫിഷ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഇവന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവരെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റാക്കണം. ഇവരിൽ നിന്ന് കിട്ടിയ ഒരു പേരിനെ കാണിച്ചിട്ട്. ഫീമെയിൽ ഫിഷിന്റെ വയറിന്റെ അടിയിൽ കണ്ടില്ലേ ഒരു ഓറഞ്ച് കളർ, നല്ല രീതിയിൽ എഗ് ലോഡായിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ഈ ഒരു ടാങ്കിലേക്കാണ് ഇറക്കി വിടുന്നത്. ഇനി ഇത് എവിടെയാന്ന് പറഞ്ഞുതരാം. SK അക്വാഫാം. അപ്പം എന്തായാലും ഈ ഒരു ഫിഷ് ട്രാപ്പ് നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ട്. ഇതിലിനി പിടിക്കാൻ കുറച്ചെണ്ണം കൂടെ ബാക്കിയുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ, ബൈ.